അസ്വാസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നബിദിന കിസ്സ. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏത്? ഉത്തരം ബദർ യുദ്ധം. ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് പറഞ്ഞത് ആര്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പുത്രി ഉമ്മു കുൽസുവിനെ വിവാഹം ചെയ്ത സ്വഹാബി ആര്? ഉത്തരം ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം? ഉത്തരം തലഅൽ ബദ്റു അലൈന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രാമത്തെ വയസ്സിലാണ് മാതാപിതാക്കൾ വഫാത്തായത്? ഉത്തരം പിതാവ് നബിയെ ഗർഭം ചുമന്ന് 2 മാസം കഴിഞ്ഞും മാതാവ് നബിയുടെ 6-ാം വയസ്സിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചത് എത്രാം വയസ്സിൽ? ഉത്തരം 40-ാം വയസ്സിൽ. ഇമാം അബൂ ഹനീഫയെ ചാട്ടവാർ കൊണ്ടടിച്ച കൂഫയിലെ ഗവർണർ ആര്? ഉത്തരം യസീദ് ഇബ്ൻ ഹുബൈറ. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്രയായിരുന്നു? ഉത്തരം 53 വയസ്സ്. മുലകുടി ബന്ധത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനും കൂടിയായിരുന്ന നബിയുടെ പിതൃവ്യൻ ആരായിരുന്നു? ഹംസ റളിയല്ലാഹു അൻഹ. പിതാമഹൻ അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം എത്രയായിരുന്നു? 8 വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ച അടിമയെ മോചിപ്പിച്ച പിതൃവ്യന്റെ പേര് എന്തായിരുന്നു? അബൂ ലഹബ്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം സുമയ്യ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹയുടെ പൂർണ്ണനാമം? ഉത്തരം മുഹമ്മദ് ഇബ്ൻ ഇദ്രീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മുല കുടിച്ചിരുന്ന ഹലീമ ബീവിയുടെ സ്വന്തം മകന്റെ പേര് എന്തായിരുന്നു? ലംറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിക്കാനുള്ള വീട് ഏത് പള്ളിയോടനുബന്ധിച്ചാണ് നിർമ്മിച്ചത്? ഉത്തരം മസ്ജിദുൻ നബവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഃഖവർഷം എന്ന് വിശേഷിപ്പിക്കുന്നത് നുബുവത്തിന് ലഭിച്ചതിന്റെ എത്രാമത്തെ വർഷമാണ്? 10-ാമത്തെ വർഷത്തെ. പ്രവാചകത്വത്തിന്റെ 10-ാം വർഷം ദുഃഖവർഷം എന്നറിയപ്പെടാൻ കാരണം എന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയും താങ്ങായിരുന്ന അബൂ ത്വാലിബും ആ വർഷമാണ് മരണപ്പെട്ടത്. നാളെ ലോകാവസാനമാണെന്നറിഞ്ഞാൽ പോലും ഇന്ന് ഒരു മരം നടാൻ നാം മടിക്കേണ്ടതില്ല. ഇങ്ങനെ പറഞ്ഞത് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കളുടെ വഫാത്തിന് ശേഷം അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ഏത് പരിചാരികയുടെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്? ഉത്തരം ഉമ്മു ഐമൻ. ഇസ്ലാമിൽ ആദ്യമായി അമ്പെറിഞ്ഞ സ്വഹാബി ആര്? ഉത്തരം സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹ. ഏത് ഗോത്രത്തിന്റെ സഹായം പ്രതീക്ഷിച്ചാണ് നബി തങ്ങൾ ത്വായിഫിലേക്ക് പോയത്? ഉത്തരം സഖീഫ്.
ഹംസ റളിയല്ലാഹു അൻഹ മരണപ്പെട്ട യുദ്ധമേത്? ഉത്തരം ഉഹദ് യുദ്ധം. സ്വർഗീയവാസികളായ യുവാക്കളുടെ നേതാക്കന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത് ആരെയെല്ലാമാണ്? ഹസൻ റളിയല്ലാഹു അൻഹ, ഹുസൈൻ റളിയല്ലാഹു അൻഹ. പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എന്ന്? ഉത്തരം റബീഉൽ അവ്വൽ 12. വഫാത്താകുമ്പോൾ നബി തങ്ങളുടെ വയസ്സ്? ഉത്തരം 63. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വ്യഭിചാര കുറ്റത്തിന് എറിഞ്ഞു കൊല്ലപ്പെട്ട വ്യക്തി ആര്? ഉത്തരം മായിസ് റളിയല്ലാഹു അൻഹ. പ്രവാചകനിൽ നിന്നും ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി ആര്? ഉത്തരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ വിവാഹം കഴിച്ച വർഷം, മാസം? നുബുവത്തിന്റെ 10-ാം വർഷം, ശവ്വാൽ മാസത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന കർമ്മം ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? ഉത്തരം അലിയു ബിൻ അബൂ ത്വാലിബ് റളിയല്ലാഹു അൻഹ. ഇസ്ലാം സ്വീകരിച്ച ഒന്നാമത്തെ രാജാവ്? ഉത്തരം അബ്സീനിയയിലെ രാജാവ്. ഇസ്ലാം സ്വീകരിച്ച പ്രഥമ അടിമ? ഉത്തരം സൈബുദ്ദീനു ഹാരിസ് റളിയല്ലാഹു അൻഹ. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആര്? ഉത്തരം അലി റളിയല്ലാഹു അൻഹ. മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഹജ്ജ് ഏതു വർഷമാണ് നടന്നത്? ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? ഉത്തരം ഹിജറ 9, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ.